ഹായ് ഫ്രണ്ട്സ്, ട്രിവാൻഡ്രത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒറ്റ നില വീട് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഒരു കിടിലം വീട് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വീട് നമുക്ക് വരുന്നത് ട്രിവാൻഡ്രം മൂങ്ങോടാണ് നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വീട് നമുക്ക് പുറമേ നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, പുറത്തുനിന്ന് നോക്കിയാൽ നല്ല ഭംഗിയാണ് ഈ ഒരു വീടിന് വരുന്നത്. അപ്പോൾ വേറെ നമുക്ക് റെസിഡൻഷ്യൽ ഏരിയ കൊണ്ട് വേറെ വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് എന്നുള്ള ഒരു വ്യൂ വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം തച്ചോട്ടാവിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് വരുന്നത്. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് നമുക്കൊരു 13 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു വീട് 4,750 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണികഴിപ്പിച്ചിരിക്കുന്നത്. 3 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്തോട്ടുള്ള കാഴ്ച കയറി കാണാം. നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് ഒരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വലിയൊരു SUV പോലെ നമുക്കിങ്ങനെ ക്രോസ് ചെയ്തിടാൻ വേണ്ടി കണ്ടോ ഇവിടെ പറ്റാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. കാറൊക്കെ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഫ്രണ്ട് പോർഷനിൽ തന്നെ ഉണ്ട്. പിന്നെ തറ ഫുള്ള് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് തറ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് നമുക്ക് ഈ ഒരു വീടിന് തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമുക്കിവിടെ ഒരു തെങ്ങൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാക്കി ഇവിടെ ഗാർഡൻ പോർഷനൊക്കെ ഈ ഭാഗത്ത് ഇഷ്ടംപോലെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലും കുറച്ച് അകത്തോട്ടും സ്പേസ് ഉണ്ടോ. ഇത്രയും ദൂരം കൂടെ നമുക്ക് സ്പേസ് ഉണ്ട്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഈ സൈഡ് വഴിയാണ് നമുക്ക് മുകളിൽ ടെറസിൽ പോകാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഈ വീടിന് കിണറും പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വ്യൂ വരുന്നുണ്ടോ. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമുക്ക് ഇതാണ് ഇവിടെ ഈ സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ 8x6 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഫുള്ളും തന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റ് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഡോർ ഫുള്ളും തന്നെ നമുക്ക് പ്ലാവിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതുണ്ടോ. നല്ല ഡിസൈനായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇനി വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ ഇനി വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ലിവിങ് ഏരിയയാണ് കാണാൻ സാധിക്കുന്നത്. 16x12 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്. മുകളിൽ നമുക്കിവിടെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റിങ്ങാണ് സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇവിടെ TV യൂണിറ്റ് വരുന്നത്. റൊട്ടേറ്റിംഗ് ടൈപ്പാണ് കണ്ടോ നമുക്ക് ഇവിടുത്തെ TV യൂണിറ്റ് വരുന്നത്. ഇത് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ് റൊട്ടേറ്റിംഗ് ടൈപ്പ്. നമുക്ക് ഈ ഭാഗത്തിരുന്നും കാണാം. തൊട്ടിപ്പുറത്താണ് നമുക്ക് ഇവിടുത്തെ കഴിഞ്ഞ് ഡൈനിങ് ഏരിയ വരുന്നത്. കണ്ടോ, ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയ ഇരുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ TV കാണാം. പിന്നെ കിച്ചണിലുള്ളവർക്കും TV കാണാനുള്ള സ്പേസും ഉണ്ട്. അപ്പോൾ അത് 3 ഓപ്ഷനും ഉണ്ട്. നമുക്ക് ഇതൊരു റൊട്ടേറ്റിംഗ് ടൈപ്പ് ആയതുകൊണ്ട് കണ്ടോ, റൊട്ടേറ്റിംഗ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് TV അതിൽ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ തിരിച്ച് നമുക്ക് ഏത് ഭാഗത്ത് വേണോ ഇരുന്ന് നമുക്ക് TV കാണാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു TV യൂണിറ്റിൻ്റെ പ്രത്യേകത വരുന്നത്. അപ്പോൾ ഇത് ഫുള്ളും തന്നെ ബോർഡ് വർക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഷെൽഫ് ധാരാളം വരുന്നുണ്ട്. നമുക്കിവിടെ കുറേ ഡെക്കോർ ഐറ്റമൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹാള് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 16x12 ഡയമെൻഷനാണ് നമുക്കിവിടുത്തെ ഹാൾ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയയുടെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയ 14x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയ. ടൈൽ കണ്ടോ, ഇതെല്ലാം സെയിം പാറ്റേണിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഇവിടെയും നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഇത് സീലിംഗിൽ വരുന്നുണ്ട്. പിന്നെ നമുക്കിത് ഈ ഭാഗത്തായിട്ടാണ് നമുക്കിവിടെ വാഷിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലൈറ്റിംഗ് ഉള്ള ഒരു മിറർ വരുന്നുണ്ട്. ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ PVC പാനലാണ് ഇവിടെ വരുന്നത്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് ഒരു ഓപ്പൺ കിച്ചൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പാർട്ടീഷൻ പോലെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ധാരാളം ഷെൽഫ് ഉള്ളതുകൊണ്ട് നമുക്കിവിടെയും ഡെക്കോറേറ്റ് വേണമെങ്കിൽ വയ്ക്കാം. പിന്നെ അകത്തോട്ട് നമുക്ക് കിച്ചൻ്റെ ഇവിടെ വരുമ്പോൾ നമുക്ക് തറയിൽ ഗ്രിപ്പിംഗ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുള്ള് തന്നെ മൾട്ടിവുഡിൽ ബോർഡ് വർക്കാണ് നമുക്കിവിടെ. കബോർഡ്സ് എല്ലാം തന്നെ വരുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇവിടെ ആയിട്ടൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതാണ് സിങ്ക് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഓരോ ബെഡ്റൂം നോക്കാം. നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ആദ്യത്തെ ബെഡ്റൂം ഇതാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 16x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. മുകളിൽ സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെയാണ് മുകളിൽ നമുക്ക് സീലിങ്ങിൽ വരുന്നത്. പിന്നെ ഇതാ നമുക്ക് ഇത്രയും ഏരിയ ഉണ്ട്. ടൈലെല്ലാം തന്നെ നമ്മൾ സെയിം ആണ്, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബ് ഈ ഭാഗത്ത് വരുന്നുണ്ട്. 2 ഡോർ ടൈപ്പാണ്. പിന്നെ അവിടെ ഒരു മിറർ വരുന്നുണ്ട്. നമുക്കിവിടെ ടേബിൾ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ എന്തെങ്കിലും എഴുതാനോ വർക്ക് ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ ഈ ഭാഗത്തായിട്ട് നമുക്കിവിടെ മേക്കപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അകത്ത് ഗ്രിപ്പിംഗ് ടൈൽ വരുന്നുണ്ട്. അപ്പം ബാക്കി ഇവിടെ എല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടൈൽ ഒക്കെ ഇടുന്ന ടൈൽ കൊടുത്തിട്ടുണ്ട്.
ബാത്റൂമിന് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. അത് ഈ ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x12 ഡയമെൻഷനിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു വാർഡ്രോബ് ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഒരു 2 ഡോർ വരുന്ന ഒരു വാർഡ്രോബാണ്. ഇവിടെ വരുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് PVC പാനൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു നല്ലൊരു ബട്ടർഫ്ലൈൻ്റെ പാറ്റേണിലുള്ള ഒരു നല്ല കിടിലം PVC ഡോർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രിപ്പിംഗ് ടെയിൽ ഇതാ വരുന്നുണ്ട്. ബാക്കി അതായത് ഒരു ലീഫിൻ്റെ പാറ്റേണിലുള്ളതാണ് ഇവിടെ ടെയിൽ വരുന്നത്. ബാക്കി നമുക്ക് ഷവർ എല്ലാ കാര്യങ്ങളും ഈ ഒരു ബാത്റൂമിന് ഇവിടെ കാണാം. ഇനി നമ്മൾ നോക്കുന്ന ലാസ്റ്റത്തെ ബെഡ്റൂമാണ്. നമുക്ക് ഈ ഒരു ഓപ്പൺ കിച്ചൻ്റെ സൈഡിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമാണ് ഈ ലാസ്റ്റ് ഒരു ബെഡ്റൂം കൂടെ വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 14x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെ മുകളിൽ സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റിങ്ങും നമുക്ക് സീലിങ്ങിൽ വരുന്നുണ്ട്. ടെയിലെല്ലാം സെയിം നമ്മളപ്പുറത്തെ ഉണ്ട് അത് തന്നെ വരുന്നത്. ഇവിടെ ഒരു വിൻഡോ ആണ് വരുന്നത്. പിന്നെ ഒരു 2 ഡോർ വരുന്ന ഒരു വാർഡ്രോബാണ്. നമുക്ക് മിററും എല്ലാ സംഭവം കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ഫിഷിൻ്റെ തീമിലുള്ള ഒരു PVC ഡോറാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ച കാണാം. ഇവിടെ നമുക്ക് ഗ്രിപ്പിംഗ് ടെയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് ഇവിടെ ഒരു ലീഫിൻ്റെ പാറ്റേൺ ഇത് തന്നെയാണ് നമുക്കിവിടെ ടെയിൽ വരുന്നത്. ബാക്കി നമുക്കിവിടെ ഷവർ, ബാക്കി എല്ലാ ബ്രാൻഡഡ് ഫിറ്റിങ്സും ഇവിടെയും കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 45 ലക്ഷം മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഹോം ലോണിനാണ് വീട് എടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീടിൻ്റെ പോലെ നിങ്ങളുടെ ബഡ്ജറ്റ് 50 ലക്ഷത്തിന് താഴോട്ടുള്ള മറ്റ് വീടുകളോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ളതോ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തുള്ളതോ ആയ ട്രിവാൻഡ്രത്തെ വീടുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഉള്ള വീടിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സ്വപ്നഭവനങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വീടുകൾ ഇനിയും നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് അതും കാണാൻ സാധിക്കും. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. അപ്പോൾ ഈ ഒരു വീട് വെറും 45 ലക്ഷം മാത്രമാണ് വരുന്നത്. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വരിക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും